102 സീറ്റുമായിട്ട് UDF വൻ കുതിപ്പ് നടത്തുകയും പിണറായി വിജയൻ്റെ 10 വർഷക്കാലത്തെ ഭരണത്തിന് വിരാമമിടുകയും ചെയ്തു. ഇതിനപ്പുറം വേറൊരു ചരിത്ര നേട്ടവും ചരിത്ര വിജയവും മറ്റൊരു ഭാഗത്തുമുണ്ടായി. 2016 കേരളത്തിൽ BJP നേമം മണ്ഡലത്തിൽ O രാജഗോപാലിലൂടെ അക്കൗണ്ട് തുറന്നു. കോൺഗ്രസും CPM-ൻ്റെയും കഠിനാധ്വാനത്തിലൂടെ 2021 ആ അക്കൗണ്ട് പൂട്ടിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് ഒരു MP ഉണ്ടായി BJP-യുടെ. 2026 വരുമ്പോൾ 2021 പൂട്ടിച്ച ആ ഒന്നിൽ നിന്ന് BJP 3 കടന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. നേമത്ത് തന്നെ ആ അക്കൗണ്ട് പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ അതിനോടൊപ്പം ചാത്തന്നൂരിലും കഴക്കൂട്ടത്തുമാണ് വിജയം ഉണ്ടായത്. ഈ 3 എന്ന് പറയുന്ന സംഖ്യ അതിൽ നിന്ന് BJP ഇനിയും ആളിപ്പടരാൻ പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 2016 പശ്ചിമ ബംഗാളിലെ 3 സീറ്റുമായിട്ടാണ് BJP എത്തിയത്. 2021 വരുമ്പോൾ 77 സീറ്റ്. ഇന്നോ മമതയെ ഉൾപ്പെടെ വലിച്ച് ദൂരെ കളഞ്ഞിട്ട് അവിടെ ഏതാണ്ട് 195-200 സീറ്റോളം അടുത്തെത്തിയിരിക്കുകയാണ്. ബംഗാൾ പിടിച്ചെടുത്തു കഴിഞ്ഞു. ബംഗാളിനോടൊപ്പം ദക്ഷിണേന്ത്യയിലേക്ക് കൂടി അവർക്ക് നോട്ടമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബംഗാളിൽ നിന്ന് BJP വരാൻ പോകുന്നത് പഞ്ചാബിലേക്കാണ്. 8 മാസം കഴിയുമ്പോൾ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആം ആദ്മിയിൽ നിന്ന് ചിലരെയൊക്കെ വേണ്ടവണ്ണം അടർത്തിയെടുത്ത് BJP-യിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. പഞ്ചാബിൽ ആം ആദ്മിക്ക് വൻ തിരിച്ചടി ഉണ്ടാകും. കോൺഗ്രസിനെ തകർത്തെറിഞ്ഞിട്ടാണ് ആം ആദ്മി അവിടെ അധികാരത്തിൽ വന്നത്. ഇനി ആം ആദ്മിയിൽ നിന്ന് പഞ്ചാബിൽ നിന്നുകൂടി ആം ആദ്മിയെ ആപ്പിനെ തൂത്തെറിയും എന്നുള്ളത് വ്യക്തമാണ്. BJP അവിടെ അധികാരം പിടിക്കും. അത് കഴിയുമ്പോൾ പിന്നീട് സകല ശ്രദ്ധയും കേന്ദ്രീകരിച്ചു വരാൻ പോകുന്നത് കേരളത്തിലേക്കായിരിക്കും. പശ്ചിമ ബംഗാളിൽ അമിത്ഷായും നരേന്ദ്രമോദിയും വളരെ കഠിനാധ്വാനം നടത്തി എന്നുള്ളതാണ്. SIR-ന് ശേഷം നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ മമത ബംഗാളിൽ ഉണ്ടാക്കിയിട്ടുള്ള കൃത്രിമത്വങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അതാണ് തൂത്തെറിഞ്ഞത്. അത്തരത്തിലുള്ള വലിയ ഒരു പരാജയം ഉണ്ടാക്കിക്കൊടുത്ത് അവിടെ BJP അധികാരത്തിലെത്തുമ്പോൾ കോൺഗ്രസും CPM-ഉം ഒന്നുമല്ലാതായി തീർന്നിരിക്കുകയാണ്. പഞ്ചാബിലും ഇതേ അവസ്ഥ തന്നെ ഉണ്ടാകാൻ പോവുകയാണ് 7-8 മാസം കഴിയുമ്പോൾ. അത് കഴിയുമ്പോൾ 29 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വരുന്ന സമയത്തും 20 പാർലമെന്റ് സീറ്റിനകത്ത് വൻ നേട്ടമായിരിക്കും BJP കൊയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് 31 BJP കേരളം പിടിച്ചെടുക്കുക എന്നുള്ള ഒരു കഠിനാധ്വാനത്തിലേക്ക് കടക്കാൻ പോകുന്നത്. അതിനുള്ള തന്ത്രവും കഠിനാധ്വാനവും ഇപ്പോഴേ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്നുകൊണ്ട് അമിത്ഷാ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു തുടക്കം തന്നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഈ നേമത്തെയും ചാത്തന്നൂരിലെയും കഴക്കൂട്ടത്തെയും വിജയം. ചാത്തന്നൂരിൽ ഉണ്ടായ വിജയം എന്ന് പറയുന്നത് നേമത്തെയും കഴക്കൂട്ടത്തെക്കാളും തിളക്കമാർന്ന വിജയമാണ്. അവിടെ നിന്ന് വിജയിച്ച ഗോപകുമാർ 2011 മത്സരിച്ചു. 2016 അദ്ദേഹം ആ വോട്ട് വിഹിതം വീണ്ടും വർദ്ധിപ്പിച്ചു. 2021 അങ്ങനെ തുടർച്ചയായി 3 തവണ 2ാം സ്ഥാനത്ത് നിന്നുകൊണ്ടിരിക്കുന്ന BJP സ്ഥാനാർത്ഥി 26 വരുമ്പോൾ അദ്ദേഹം അവിടെ 4000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു തിളക്കമാർന്ന വിജയമാണ്. അദ്ദേഹം ഒരു മുൻകാല കോൺഗ്രസ് നേതാവായിരുന്നു, ഒരു പ്രാദേശിക നേതാവ് മാത്രമായിരുന്നു അദ്ദേഹം. നമ്മളെ എപ്പോഴും BJP-യുടെ തിളക്കമാർന്ന നേട്ടമെന്ന് പറയുന്നത് നേമവും കഴക്കൂട്ടവും വട്ടിയൂർക്കാവും എന്നൊക്കെ പറഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. മഞ്ചേശ്വരവും ഒക്കെ പറയുമ്പോൾ മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ എത്രയോ പിറകിലേക്ക് പോയി. തുടക്ക സമയത്ത് വെറും 89 വോട്ടുകൾക്ക് പരാജയപ്പെട്ട K. സുരേന്ദ്രന് പിന്നീട് എത്രയോ തെരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ പോലും പിടിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിലായി. ഇപ്പോൾ അടുത്തെങ്ങും എത്താൻ കഴിയാത്ത രീതിയിലേക്കുള്ള വിജയത്തിലേക്കാണ് പോയത്. അപ്പോൾ ഇനിയിപ്പോൾ BJP ചെയ്യേണ്ടത്
ഈ CPM-ന് ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന CPM-നെ തകർക്കുക എന്നുള്ളതാണ്. BJPയെ കുറിച്ച് ഒരു മോശമായ ചിത്രമാണ് 2014 മുതൽ രാജ്യമെമ്പാടും കൊടുത്തത്. ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കും എന്നുള്ള തരത്തിലാണ് പ്രചരിപ്പിച്ചത്. ഈ ന്യൂനപക്ഷങ്ങളുടെ മുഴുവൻ വോട്ട് കോൺഗ്രസ് സമാഹരിച്ചു എന്നുള്ളതാണ്. പിണറായി വിരുദ്ധ തരംഗവും ഭരണവിരുദ്ധ തരംഗവും മുഴുവൻ കോൺഗ്രസിലേക്ക് അലയടിച്ചു. അതിനോടൊപ്പം തന്നെ നല്ലൊരു വിഹിതം BJPക്കും കേരളത്തിൽ ലഭിക്കുകയുണ്ടായി. ഇനിയിപ്പോൾ BJP ചെയ്യേണ്ടത് കേരളത്തിൽ CPM-ന്റെ മേൽ തന്നെ ഉന്നം വയ്ക്കണം. എന്തായാലും കോൺഗ്രസ് ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സമാഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. അതായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ CPM-ന്റെ ഹിന്ദു വോട്ടുകൾ മുഴുവൻ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി CPM-നെ ഉന്നം വയ്ക്കുക. CPM-നെ നേരെ ആയിരിക്കണം പ്രധാന ലക്ഷ്യം തന്നെ, അവരെ തീർക്കുക എന്നുള്ളതായിരിക്കണം. അങ്ങനെ വരുമ്പോൾ BJPക്ക് കേരളത്തിൽ 2031 ഭരിക്കാൻ കഴിയും എന്നുള്ളതും ഉറപ്പായ കാര്യമാണ്. അതിൻ്റെ സൂചനയാണ് 21 പൂട്ടിച്ച 1 നിന്ന് ഇപ്പോൾ 3 പടർന്നിരിക്കുകയാണ്. ആ 3 നിന്ന് ഇനിയുള്ള വളർച്ച എന്ന് പറയുന്നത് ഭരണത്തിലേക്കുള്ള വളർച്ച തന്നെയായിരിക്കും. അടുത്ത 5 വർഷക്കാലം അതൊരു വലിയ നീണ്ട കാലയളവൊന്നുമല്ല. ഈ കാലയളവിൽ ഒന്നാലോചിക്കണം, ചാത്തന്നൂരിൽ നിന്ന് വിജയിച്ച MLA അദ്ദേഹം 2016 മുതൽ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഒരിക്കലും പിന്നോട്ട് പോയില്ല എന്നുള്ളതാണ്. ആ പിന്നോട്ട് പോകാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞു. ഓരോ തവണ എത്തുമ്പോൾ പോലും അദ്ദേഹം നിരാശനായിട്ട് മടങ്ങുന്നില്ല. വീണ്ടും ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അദ്ദേഹം ജനങ്ങളിൽ നിന്ന് കൂടുതൽ അടുത്ത് അവരിൽ നിന്ന് ഊർജം വലിച്ചെടുത്തുകൊണ്ട് സമാഹരിച്ചുകൊണ്ട് വീണ്ടും ശക്തിയോടുകൂടി പടക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയതിൻ്റെ ഫലമാണ് ഇപ്പോൾ ചാത്തന്നൂരിൽ കണ്ട വിജയം. എനിക്ക് തോന്നുന്നു നേമത്തെക്കാളും കിഴക്കൂട്ടത്തെക്കാളും വിജയം ആഘോഷിക്കേണ്ടത് ചാത്തന്നൂരിലെ വിജയമാണ്. പാലക്കാട് BJP അറിഞ്ഞുകൊണ്ടില്ലാതാക്കിയ ഒന്നാണ്. BJPക്ക് നേടിയെടുക്കാൻ കഴിയുന്നതായിരുന്നു. ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു മികച്ച സ്ഥാനാർത്ഥി അവിടെ അവസാന നിമിഷം പടിക്കൽ കൊണ്ടുവന്ന് കലമുടയ്ക്കുകയാണ് ചെയ്തത്. അനാവശ്യമായ വിവാദങ്ങളിലേക്കും ഒക്കെ ചെന്ന് കടന്നു കയറി അവിടെ വോട്ട് ചോർച്ച ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ കയ്യിൽ കിട്ടിയതിനെ ഇല്ലാതാക്കുകയായിരുന്നു BJP അവിടെ ചെയ്തത്. അത് BJPക്ക് അകത്തുള്ള ചില പോരാണ് എന്നും പറയുന്നുണ്ട്. അങ്ങനെ ആയാൽ പോലും എന്തായാലും അത് BJPയുടെ ഒരു പിടിപ്പുകേടാണ് പാലക്കാട് സംഭവിച്ചത്. ഇല്ലായിരുന്നുവെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ ഇപ്പോൾ 4 പേർക്ക് കേരള നിയമസഭയിൽ ഇരിക്കാമായിരുന്നു. അപ്പോൾ BJPയുടെ ഈ തിളക്ക നേട്ടം 3 നിന്ന് ബംഗാളിലുണ്ടായ വിജയമെന്ന് പറയുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ്. 195-200 സീറ്റുകളിലേക്ക് BJP കയറി വരുന്നു. മമതയെ തൂത്തെറിയുകയാണ്. മമത പരാജയപ്പെട്ടു. ഇനിയിപ്പോൾ തമിഴ്നാട്ടിലേക്ക് BJP ഉന്നം വയ്ക്കും. അതിനോടൊപ്പം തന്നെയാണ് കേരളത്തിലേക്കും. 2031 കേരളം BJP ഭരിക്കും എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ഈ 3 നിന്ന് BJP പടർന്നു കയറുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.